എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. ദേവോൽപാദന നായകൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ മലയാള അർത്ഥം ഞാൻ പറയാം. ദേവ എന്നാൽ ദൈവം അല്ലെങ്കിൽ വിഗ്രഹം. ഉൽപാദന എന്നാൽ പിഴുതെടുക്കുക, നീക്കം ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക. നായകൻ എന്നാൽ നമുക്കറിയാലോ, തലവനോ ഉദ്യോഗസ്ഥനോ എന്തെങ്കിലും. ചുരുക്കത്തിൽ വിഗ്രഹങ്ങൾ പിഴുതെടുക്കുന്നവൻ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്ന വകുപ്പിൻ്റെ അധിപൻ എന്നാണ് ഈ ദേവോൽപാദന നായകൻ എന്നതിൻ്റെ അർത്ഥം. ഇത് കേൾക്കുമ്പോൾ ഹിന്ദുത്വയുടെ വാട്സപ്പ് കോച്ചിങ് കിട്ടിയ ഒരു ഹിന്ദു വിചാരിക്കുക ഇതേതോ മുസ്ലിം പടയോട്ടക്കാരനായിരുന്നു എന്നാണ്. ഒരിക്കലുമല്ല. ഹിന്ദുക്കൾ ഒരിക്കലും ഒന്നിൻ്റെയും ക്രെഡിറ്റ് മറ്റാർക്കും വിട്ടുകൊടുക്കാറില്ല. ലോകത്ത് ആദ്യം ഗോളാന്തര യാത്ര നടത്തിയത് നാരദൻ ആണ് എന്ന് പറഞ്ഞു സ്കൂളിൽ പഠിപ്പിക്കുന്നവരാണ് ഈ ഉണർന്ന ഹിന്ദുക്കൾ. ആ നിലയ്ക്ക് വിഗ്രഹങ്ങളെ പിഴുതുമാറ്റുന്നതും മലിനമാക്കുന്നതും മാപ്പിളയ്ക്ക് വിട്ടുകൊടുക്കുന്നതും മോശമല്ലേ? ആരായിരുന്നു ഈ ദേവോൽപാദന നായകൻ? അതൊരു ഉദ്യോഗസ്ഥൻ്റെ പദവിയുടെ പേരായിരുന്നു. 11-ാം നൂറ്റാണ്ടിൽ കാശ്മീർ ഭരിച്ച ലോഹാര ഹർഷദേവൻ എന്ന ഹിന്ദു രാജാവ് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. ആ പദവിയുടെ പേരാണ് ദേവോൽപാദന നായകൻ. ദേവവിഗ്രഹങ്ങൾ ഇളക്കി മാറ്റുന്നതിനോ നശിപ്പിക്കുന്നതിനോ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. 1000 കൊല്ലം മുമ്പ് നടന്ന ഈ സംഭവം എങ്ങനെയാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നത്? അതിൻ്റെ കാരണക്കാരനായ വ്യക്തിയുടെ പേര് കൽഹണൻ എന്നാണ്. അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ, അമ്പലങ്ങൾ തകർത്തിരുന്ന ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു ചമ്പകൻ. ഈ ചമ്പകൻ്റെ മകനായിരുന്നു കൽഹണൻ. ഈ കൽഹണന് ചെറുപ്പത്തിൽ തന്നെ കവിതയിലും ചരിത്രത്തിലും വലിയ താല്പര്യമായിരുന്നു. ആ താല്പര്യം അവനോടൊപ്പം വളർന്നു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി കാലക്രമത്തിനനുസരിച്ചുള്ള ചരിത്രരചന നടത്തിയ ചരിത്രകാരനായി ഈ കൽഹണൻ മാറി. അദ്ദേഹം എഴുതിയ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേരാണ് രാജതരംഗിണി. ഈ ഗ്രന്ഥത്തിലാണ് കാശ്മീർ ഭരിച്ച ഹിന്ദു രാജാക്കന്മാരെ പറ്റി ദീർഘമായി വിവരിക്കുന്നത്. അച്ഛനോടൊപ്പം കൊട്ടാരത്തിൽ പോയുള്ള പരിചയം, രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്ന കുടുംബത്തിൽ ജീവിച്ചു തീർത്ത ജീവിതത്തിലൂടെ ആർജിച്ച വിവരങ്ങൾ, ഇതൊക്കെ വെച്ചാണ് കൽഹണൻ ചരിത്രം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ വിവരണപ്രകാരം എങ്ങനെയാണ് ഈ ഹർഷ രാജാവിനെ പറ്റി വിവരിക്കുന്നത് എന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: ഒരു നിമിഷം ദൈവദൂതനായും അടുത്ത നിമിഷം പിശാചായും മാറുന്നവൻ എന്നാണ് കൽഹണൻ്റെ വിശേഷണം. ഈ ഹർഷൻ എന്ന ഈ ഹിന്ദു രാജാവ് ആദ്യം അതിബുദ്ധിമാനും സുന്ദരനും കലകളെ സ്നേഹിക്കുന്നവനുമായിരുന്നു എന്ന് കൽഹണൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു മികച്ച കവിയും സംഗീതജ്ഞനുമായിരുന്നു ഈ കക്ഷി. എന്നാൽ അധികാരം കയ്യിൽ വന്നപ്പോൾ അദ്ദേഹം അങ്ങേയറ്റം ക്രൂരനും സുഖലോലുപനുമായി മാറി. ഇപ്പം അതെന്തെങ്കിലും ആയിക്കോട്ടെ, നാം പരിശോധിക്കുന്നത് ആ വിഷയമല്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിഷയങ്ങളല്ല. ഹർഷൻ്റെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്ന രീതികളിലേക്കാണ് നമ്മൾ പോകുന്നത്. അക്കാര്യം കൽഹണൻ ഇങ്ങനെ വിവരിക്കുന്നു. ഇത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് ഒരു പക്ഷേ ഹൃദയഭേദകമായി തോന്നാം, പക്ഷേ എങ്കിലും കേൾക്കാതിരിക്കേണ്ട കാര്യമില്ല. ഈ ലോഹണൻ്റെ പരിപാടി, ക്ഷേത്രങ്ങൾ കയറി അവിടുത്തെ സമ്പത്ത് മുഴുവൻ അദ്ദേഹം പിടിച്ചെടുക്കും. ലോഹവിഗ്രഹങ്ങളെ ഉരുക്കി നാണയങ്ങളാക്കും. ചില വിലപിടിപ്പില്ലാത്ത വിഗ്രഹങ്ങളെ അപമാനിക്കാനായി അവയുടെ മേൽ മൂത്രമൊഴിക്കാനും മലവിസർജനം നടത്താനും അദ്ദേഹം ആളുകളെ നിയോഗിച്ചു. ഒരു കാര്യത്തിൽ പുള്ളിക്ക് നിർബന്ധമുണ്ടായിരുന്നു: രാജ്യത്തെ സമ്പത്ത് മുഴുവൻ സ്വന്തം ആഡംബരത്തിനായി ചെലവാക്കണം. അതിന് പണം വേണം. അത് കണ്ടെത്താൻ പുള്ളി വിചിത്രമായ നികുതികളാണ് ഏർപ്പെടുത്തിയത്. അതിലൊന്നാണ് നൈറ്റ് സോയിൽ ടാക്സ്. എന്താണ് ഈ നൈറ്റ് സോയിൽ ടാക്സ്? പഴയ കാലത്ത് ആധുനികമായ വെള്ളമുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളല്ല ഉണ്ടായിരുന്നത്. ആളുകളുടെ വിസർജ്യം ഡ്രൈ ആയി അവിടെ കിടക്കും. വാൽമീകി പോലുള്ള ജാതികളിൽപ്പെട്ടവർ രാത്രികാലങ്ങളിൽ അത് വീടുകളിൽ നിന്ന് ശേഖരിക്കും, കൊണ്ടുപോകും. ഇതാണ് അപ്പോൾ നൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ മലമാണ്. ഇതിന് നികുതി ചുമത്തി എന്ന് പറഞ്ഞാൽ ഹർഷൻ എത്ര കൂതറായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇവിടെ നമുക്ക് ചില ഉയർന്ന ജാതിക്കാരുടെ ഭക്ഷണ രീതികളെ പറ്റി ഓർക്കേണ്ടി വരും. ചില ബ്രാഹ്മണരും ജൈനരും ഉള്ളി പോലുള്ള മണ്ണിൽ വളരുന്ന കിഴങ്ങുകൾ കഴിക്കാറില്ല. അവർക്കത് ഹറാമാണ്. വെജിറ്റേറിയൻസിൽ കൂടിയ തരം വെജിറ്റേറിയന്മാരാണ് ഈ ടീമുകൾ. എന്താ കാരണം? ഹർഷൻ മനുഷ്യ വിസർജ്യത്തിന് നൈറ്റ് സോയിൽ നികുതി ചുമത്തി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നികുതി ഒരാൾ കൊടുക്കണമെങ്കിൽ അതിന് ഒരു കച്ചവട മൂല്യം ഉണ്ടാകണമല്ലോ. പണ്ട് ഉള്ളി പോലുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയിരുന്നത് മലം വളമായി ചേർത്തിട്ടാണ്. വിസർജ്യം ശേഖരിച്ച് വളമായി വിൽക്കുന്നവരിൽ നിന്നും വലിയൊരു തുക രാജാവിന് നികുതിയായി ഈടാക്കാൻ കഴിഞ്ഞത് ഇതുകൊണ്ടാണ്. പിന്നെ ഹർഷനെ മറ്റൊരു രീതിയിൽ കൂടി ഒരു വളരെ മോശ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഹർഷനെ തുരുഷ്ക എന്നാണ് പുള്ളി വിളിക്കുന്നത്. തുരുഷ്ക എന്നാൽ
തുർക്കി വംശജരെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദമാണ്. അതായത് മധ്യേഷ്യയിൽ നിന്ന് വരുന്ന മുസ്ലിം ഭരണാധികാരികളെയും സൈനികരെയും സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദമാണത്. ഈ കുശാന രാജാവായ കനിഷ്കനെ പോലും ചിലയിടങ്ങളിൽ തുരുഷ്ക എന്ന് വിശേഷിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് 10-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ പദം മുസ്ലിം ആക്രമണകാരികളുടെ പര്യായ പദമായിട്ട് മാറുന്നത്. ഹർഷനെ പോലുള്ളൊരു ഹിന്ദു രാജാവിനെ എന്തിനാണ് തുരുഷ്ക എന്ന് വിളിച്ചത്? കാരണം ഹർഷന് മുമ്പ് ഈ ക്ഷേത്രം പൊളിക്കുകയും കൊള്ളയടിക്കുകയും പണി ചെയ്തിരുന്നത് മധ്യേഷ്യയിൽ നിന്ന് വന്ന മുസ്ലിം ആക്രമണകാരികളായിരുന്നു. മുസ്ലിങ്ങൾ ചെയ്ത അതേ പണി ചെയ്ത ഒരു ഹിന്ദുവിനെ തുരുഷ്ക എന്നല്ലാതെ മറ്റെന്താ വിളിക്കുക? അപ്പോൾ ഇനി നമ്മൾക്ക് പരിശോധിക്കാൻ വേറൊരു വിഷയം കൂടി കിട്ടി. ഹർഷന് മുമ്പ് അമ്പലം കൊള്ളയടിച്ച് വിഗ്രഹം തകർത്തിരുന്ന മുസ്ലിം പടയോട്ടക്കാർ ആരൊക്കെയാണ്? ഹർഷദേവൻ ജീവിച്ചിരുന്നത് AD 1089-നും 1101-നും ഇടയിലാണ്. അതിന് മുമ്പ് ഏകദേശം 60-70 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയിൽ വരികയും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. ഹർഷൻ്റെ ഈ നടപടികളെ മുസ്ലിം ആക്രമണകാരികളുമായി കൽഹണൻ താരതമ്യം ചെയ്തതിൻ്റെ കാരണം ഇതാണ്. ഹർഷന് മുമ്പ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച പ്രധാനപ്പെട്ട മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗസ്നി തന്നെ. അദ്ദേഹം AD 1001-നും 1027-നും ഇടയിൽ 17 തവണ ഇന്ത്യയെ ആക്രമിച്ചു. AD 1024-25 ഗുജറാത്തിലെ അതിപ്രശസ്തമായ സോമനാഥ ക്ഷേത്രം ഗസ്നി ആക്രമിക്കുന്നത്. അവിടെ വിഗ്രഹം തകർത്തു, ഭീമമായ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തു. അവിടെ മാത്രമല്ല, മധുര, കനൗജ്, താനേശ്വർ തുടങ്ങിയ പല വലിയ ക്ഷേത്രങ്ങളും അദ്ദേഹം തകർത്തു. എന്നാൽ ഗസ്നി അല്ല ആദ്യമായി ക്ഷേത്രം കൊള്ളയടിച്ച മുസ്ലിം. ഇസ്ലാം ഉണ്ടായി 100 വർഷത്തിനുള്ളിൽ, അതായത് 8-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ AD 712 സിന്ധ് പ്രവിശ്യ ആക്രമിച്ച മുഹമ്മദ് ബിൻ കാസിമാണ് ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ മുസ്ലിം സൈനിക നേതാവ് എന്നാണ് പറയപ്പെടുന്നത്. പുള്ളി സിന്ധിലെ മുൾട്ടാൻ പിടിച്ചടക്കിയപ്പോൾ അവിടുത്തെ പ്രശസ്തമായ സൂര്യക്ഷേത്രം കൊള്ളയടിച്ചു. അവിടുത്തെ സ്വർണ്ണ ശേഖരം കൈക്കലാക്കി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇത്രയ്ക്കും ചരിത്രം പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ആദ്യമായി ക്ഷേത്രങ്ങൾ തകർക്കുന്നത് എന്നാണ്. അതായത് ഹിന്ദുത്വ പണ്ഡിതർ പറയുന്ന പോലെ ആദ്യമായി ക്ഷേത്രങ്ങൾ തകർത്തതിൻ്റെ ക്രെഡിറ്റ് മുസ്ലിങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷേ ചരിത്രം കുറിക്കുമ്പോൾ നമ്മൾ ഇസ്ലാം വരുന്ന കാലം വരെ കുറിച്ചാൽ മതിയോ? ഹിന്ദുത്വ ടീമിന് അത് മതിയായിരിക്കും. എന്നാൽ ഒരു മതത്തോടും പ്രതിപത്തി ഇല്ലാത്തവർക്ക് വീണ്ടും കുറിക്കേണ്ടി വരും. അപ്പോൾ വേറെ ചില ആളുകളെ കൂടി നമ്മൾ പുറത്തെടുക്കേണ്ടി വരും. ഇസ്ലാമിന് മുമ്പ് അമ്പലം കൊള്ളയടിച്ച് വിഗ്രഹങ്ങൾ തകർത്തിരുന്നത് എന്തിനായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആരൊക്കെയായിരുന്നു എന്ന് അതിനോടൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുരാതന ഇന്ത്യയിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ തോൽപ്പിച്ചാൽ തോറ്റ രാജാവിൻ്റെ കുലദൈവത്തിൻ്റെ വിഗ്രഹം പിടിച്ചെടുക്കുന്നത് അത് പരമാധികാരത്തിൻ്റെ അടയാളമാണ്. രാഷ്ട്രകൂടർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഹിന്ദു രാജാക്കന്മാർ തന്നെയാണ് അവരും. 8-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട രാജാവായ ഗോവിന്ദൻ മൂന്നാമൻ കാഞ്ചീപുരത്തെ പല്ലവരെ തോൽപ്പിച്ചു. അപ്പോൾ അവിടുത്തെ വിഗ്രഹങ്ങൾ പിടിച്ചെടുത്ത് വടക്കേ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് രാജേന്ദ്ര ചോളൻ ഒന്നാമൻ ബംഗാളിലെ പാല രാജാക്കന്മാരെയും ഒഡീഷയിലെ കലിംഗ രാജാക്കന്മാരെയും തോൽപ്പിച്ചു. അപ്പോൾ അവിടുത്തെ ഭൈരവ, ദുർഗ, ഗണേശ വിഗ്രഹങ്ങൾ യുദ്ധം മുതലായി തൻ്റെ തലസ്ഥാനമായ ഗംഗൈക്കൊണ്ട ചോളപുരത്തേക്ക് കൊണ്ടുവന്നു. എന്തിനാണതൊക്കെ ചെയ്യുന്നത്? അക്കാലത്ത് ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയങ്ങൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ അതുപോലെ അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. ശത്രുവിൻ്റെ ഈ അധികാര കേന്ദ്രത്തെ തകർക്കുക എന്ന യുദ്ധതന്ത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പല്ലവരും ചാലുക്യരും നിരന്തര യുദ്ധം നടത്തി. അവരുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് ശത്രുവിൻ്റെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ തകർക്കലായിരുന്നു. പിൽക്കാലത്ത് പല ബുദ്ധവിഹാരങ്ങളും ജൈനക്ഷേത്രങ്ങളും ഈ ശൈവ അല്ലെങ്കിൽ വൈഷ്ണവ ക്ഷേത്രങ്ങളായി മാറ്റപ്പെട്ടു. അവയുടെ ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വരുത്തിയതാണ്. അതായത് ഹിന്ദുത്വയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു പ്രത്യേക മതത്തിനെതിരെയുള്ള പ്രചാരണങ്ങൾ സത്യമല്ല. ഹിന്ദുക്കൾ തന്നെ പരസ്പരം ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിരുന്നു, വിഗ്രഹങ്ങളെ മലിനമാക്കിയിരുന്നു. അന്നതൊരു കീഴ്വഴക്കമായിരുന്നു. അല്ലാതെ ഇന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു വർഗീയ അർത്ഥവും അത്തരം പ്രവർത്തികൾക്ക് അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതായത് വീണ്ടും ഹിന്ദുത്വക്കാർ ആർഷഭാരതത്തിലെ നന്മ നിറഞ്ഞ കാലം എന്ന് തള്ളിമറിക്കുന്ന കാലത്തുള്ള രാജാക്കന്മാർ മുസ്ലിം പടയോട്ടക്കാരേക്കാൾ ഭേദമോ മോശമോ ആയിരുന്നില്ല. നായക്കാഷ്ടത്തെ രണ്ടായി മുറിച്ച് അതിലേത് ഭാഗമാണ് നല്ലത് എന്ന് രുചിച്ചു നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്നുകിൽ ശാഖയ്ക്ക് പോകാം, അല്ലെങ്കിൽ സിറിയയിൽ ആടിനെ മേയ്ക്കാൻ പോകാം എന്ന് മാത്രം. ഒക്കെ അവരവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.